ഇവിടെ പണത്തെക്കുറിച്ചുള്ള ചില സത്യങ്ങളാണ് റിച്ചാർഡ് ടംബ്ലർ വിശദീകരിച്ചിട്ടുള്ളത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി പണത്തെ നോക്കിക്കാണാൻ. റിച്ചാർഡ് ടംബ്ലർ എഴുതിയ റൂൾസ് ഓഫ് മണി എന്ന പുസ്തകത്തിൻ്റെ 3-ാമത്തെ ഭാഗം 10-ാമത്തെ നിയമം. എവിടെയും പണക്കാരൻ വീണ്ടും 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 പണക്കാരനായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം അവരുടെ കയ്യിൽ പണമുണ്ട് എന്നത് തന്നെയാണ്. പണത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്കറിയാം. സ്ഥിരമായി മുട്ടയിടുന്ന കോഴിയെ ഒരു തോന്നലിൽ ഒരാൾ കറി വെച്ചു. മറ്റേയാൾ ആ കോഴിയെ വേണ്ടതൊക്കെ കൊടുത്ത് സംരക്ഷിച്ചു. കോഴി നിലനിന്നാലേ അത് മുട്ടയിടൂ. അതുപോലെ തന്നെയാണ് പണവും. പണം പണത്തെ പ്രസവിക്കും. ഒരു സാധാരണ മനുഷ്യൻ അയാളുടെ ശമ്പളത്തെ മാത്രം ആശ്രയിച്ച് ജീവിച്ചു. അയാൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അയാൾ EMI വാങ്ങി അയാൾ ജീവിതം നന്നായി കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അധികം തുകയൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനം ഉള്ള ആ സമ്പാദ്യം വെച്ച് ശേഷിച്ച കാലം മുന്നോട്ട് അങ്ങനെ പോയി. അതേസമയം മറ്റൊരാൾ ശമ്പളത്തെ ആവശ്യത്തിന് മാത്രം ചിലവാക്കി ആ ശമ്പളത്തെ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ചിന്തിച്ച് വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ നിക്ഷേപിച്ച് ഒരു കാലയളവ് കഴിഞ്ഞപ്പോൾ അയാൾ വലിയ പണക്കാരനായി. 10-ാമത്തെ നിയമം ഇതാണ് പറയുന്നത്: പണത്തെ ആവശ്യത്തിനാണ് നമ്മൾ ചിലവഴിക്കേണ്ടത്, അല്ലാതെ കിട്ടുന്ന പണം മുഴുവൻ ചിലവാക്കുകയല്ല വേണ്ടത്. കാരണം ആ പണമാണ് കൂടുതൽ പണത്തെ നിങ്ങൾക്ക് നിർമ്മിച്ചു തരിക. ലോകകോടീശ്വരന്മാരെയൊക്കെ നോക്കി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അത് തന്നെയാണ്. കിട്ടുന്ന പണം അവർ പല പല മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത് നല്ല പൈസ മുടക്കി ഒരു കമ്പനിയുടെ ഡീലർഷിപ്പൊക്കെ വാങ്ങി, കുറേ ലോണൊക്കെ എടുത്ത് നല്ല ഓഫീസൊക്കെ സെറ്റ് ചെയ്തു. ശേഷം അവൻ കുറേ വണ്ടികളും വാഹനങ്ങളൊക്കെ വാങ്ങി. ബിസിനസ് വളർത്തണമല്ലോ. അങ്ങനെ നന്നായി പോയിക്കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ കയ്യിൽ കുറേ പണം വന്നുകൊണ്ടേയിരുന്നു. അവൻ അതൊക്കെ ഉപയോഗിച്ച് എൻജോയ് ചെയ്തു. പക്ഷെ ഒരു കാലയളവ് കഴിഞ്ഞപ്പോൾ അവൻ കടത്തിൻ്റെ മുകളിൽ കടക്കാരനായിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അവൻ തിരിച്ചറിഞ്ഞത് അവൻ്റെ കയ്യിൽ വന്നുകൊണ്ടിരുന്ന ആ പണമുണ്ടല്ലോ, അത് അവൻ്റേതായിരുന്നില്ല, പല സ്ഥലത്തും കൊടുക്കാനുള്ളതായിരുന്നു. അവൻ അങ്ങനെ റോൾ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കാൽക്കുലേറ്റ് ചെയ്യണം നമ്മുടെ പ്രോഫിറ്റ്. ഇവിടെ അവന് പറ്റിയ പറ്റ് അവൻ അതിൻ്റെ റിട്ടേൺ അവൻ കാൽക്കുലേറ്റ് ചെയ്തില്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക കൂടാതെ ചെറിയ ചെറിയ പല തുകകളും നമുക്ക് ചിലവായിട്ടുണ്ടാവും. ഇൻഷുറൻസ്, വാടക, ബിൽസ്, ബ്രോക്കറേജ്, ടാക്സ്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരവായിട്ട് കിട്ടുന്നതിനെ മൊത്തം ചിലവ് വെച്ച് നോക്കുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് റിട്ടേൺ. റിച്ചാർഡ് ടംബ്ലർ പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നെറ്റ് റിട്ടേൺ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. പിന്നീട് ഓരോ പ്രാവശ്യവും നമുക്ക് നെറ്റ് റിട്ടേണിനെ കുറിച്ചൊരു ബോധ്യവും വേണം. അത് സത്യത്തിൽ നമ്മളെവിടെ നിലനിൽക്കുന്നു, നമ്മുടെ കയ്യിൽ പണമൊക്കെ ഉണ്ടാകാം, പക്ഷെ സത്യത്തിൽ അത് നമ്മുടേതല്ല എന്നൊക്കെ കൃത്യമായ അവയർനെസ് ഉണ്ടാക്കി തരും. റിച്ചാർഡ് ടംബ്ലറിൻ്റെ റൂൾസ് ഓഫ് മണി എന്ന പുസ്തകത്തിൻ്റെ 12-ാമത്തെ നിയമം: പണത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല, ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമുക്ക് പണം കൊണ്ട് കോടിക്കണക്കിന് രൂപ വരുന്ന ജിം എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങി വയ്ക്കാൻ കഴിയും, എന്നാൽ ആരോഗ്യത്തെ വാങ്ങാൻ കഴിയില്ല. അതിന് നമ്മൾ തന്നെ മെനക്കെടണം. 10,000 കൊടുത്ത് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ടിക്കറ്റ് വാങ്ങാം, പക്ഷെ അത് കണ്ട് സന്തോഷിക്കണോ വേണ്ടയോ എന്നത് നമ്മുടെ ചോയ്സാണ്. പണത്തിന് എന്തും വാങ്ങിത്തരാൻ കഴിയും, പക്ഷെ അത് ഉണ്ടാക്കാൻ കഴിയില്ല. വില കൂടിയ ഭക്ഷണം വാങ്ങിത്തരാം, പക്ഷേ ആരോഗ്യത്തെ ഉണ്ടാക്കാൻ കഴിയില്ല. ഓതർ പറയുന്നത് ആരൊക്കെയാണോ എല്ലാ പ്രശ്നത്തിനും പരിഹാരം പണമാണെന്ന് ചിന്തിക്കുന്നത് അവർക്ക് അത് തന്നെ ഒരു പ്രശ്നമായിട്ട് മാറുമെന്നാണ്. കുറേ രൂപ കിട്ടിയാൽ എൻ്റെ എല്ലാ പ്രശ്നവും തീരും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം, പക്ഷെ പണം ഉപയോഗിച്ച് ആ പ്രശ്നത്തെ തീർക്കേണ്ടത് നിങ്ങളാണ്. പണം ഒരിക്കലും സൊല്യൂഷനല്ല. ആ പണത്തെ ഉപയോഗിച്ച് പരിഹാരം നിങ്ങൾക്കേ കാണാൻ കഴിയൂ. പണം ഒരു ടൂള് മാത്രമാണ്. പണത്തെ നമ്മളാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം പണത്തെ നമ്മൾ നോക്കിക്കാണാൻ. ഇത് തരുന്ന മെച്യൂരിറ്റി ലൈഫിൽ ഉടനീളം പണത്തെ നമുക്ക് കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയും. റിച്ചാർഡ് ടംബ്ലറിൻ്റെ റൂൾസ് ഓഫ് മണി എന്ന പുസ്തകത്തിൻ്റെ 13-ാമത്തെ നിയമം: പണത്തിന് വേണ്ടി ജീവിതം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. പണം കിട്ടുമെന്ന ഒറ്റ കാരണം കൊണ്ട് സ്ട്രെസ് അനുഭവിച്ച് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നവരുണ്ട്. പണത്തിന് വേണ്ടി രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് ഒരു സമയം കഴിയുമ്പോൾ രോഗിയാവുന്നവരുണ്ട്. പണത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിൽ ചിരിക്കാൻ മറന്നുപോയവരൊക്കെ ഉണ്ട്. ബെഡിലേക്ക് കിടക്കുന്നതിന് മുൻപ് തന്നെ ജോലിയെ പറ്റിയും പണത്തെ പറ്റിയുള്ള എല്ലാ ടെൻഷനുകളും ഓഫാക്കി വെക്കാൻ കഴിയണം. കാരണം നമുക്ക് പ്രധാനം ജീവിതത്തെ എക്സ്പീരിയൻസ് ചെയ്യലാണ്, അനുഭവിക്കലാണ്. പണക്കാരെല്ലാം രോഗികളാണ്, അവർക്ക് ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ പല പല വിശ്വാസങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട്. അത് സത്യമല്ല. പണമുണ്ടാക്കാൻ ജീവിതത്തെ നശിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ ലോകകോടീശ്വരന്മാരെയൊക്കെ നോക്കുമ്പോൾ അവർ ഉറക്കം പോലും വേണ്ടെന്ന് വെച്ച് ഫാമിലിയെ കാണാതെ, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാതെ കഠിനാധ്വാനം ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതല്ലേ വേണ്ടത് എന്ന് നമുക്ക് പറയാം. ഇലോൺ മസ്ക് ആയാലും ജെഫ് ബെസോസ് ആയാലും ഇന്ന് ലോകത്തുള്ള പല കോടീശ്വരന്മാരും പണത്തിന് വേണ്ടി മാത്രമല്ല അധ്വാനിക്കുന്നത്. അതാണ് സത്യം.
അങ്ങനെയാണെങ്കിൽ 10 തലമുറയ്ക്ക് ആവശ്യമുള്ള പണമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അവർ വിശ്രമിക്കില്ലേ? അവർ വിശ്രമിക്കാതെ സ്വന്തം ലൈഫിനെ അനുഭവിക്കാതെ കഠിനാധ്വാനം ചെയ്യുന്നത് പണത്തിന് വേണ്ടി മാത്രമല്ല. അവരുടെ പർപ്പസ്, ലക്ഷ്യങ്ങൾ, അവർക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ടാവും. ആ നേട്ടങ്ങൾക്കൊക്കെ വേണ്ടിയാവാം. അത് കമ്പനിയുടെ വളർച്ചയാവാം, പുതിയ ഇന്നോവേഷനുകളാവാം, അങ്ങനെ പലതും ആകാം. റൂൾസ് ഓഫ് മണിയിലെ 14ാമത്തെ നിയമം ഇതാണ്: നമ്മൾ തെറ്റായ മാർഗമാണ് ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പരാജയപ്പെട്ടു. കാരണം നമുക്ക് ശരിയായ മാർഗം ഉപയോഗിച്ച് പണം ഉണ്ടാക്കാൻ കഴിവുമില്ല. ഇത് പണത്തെക്കുറിച്ച് പണ്ട് മുതലേ സമൂഹം പറഞ്ഞ് പരത്തിയ ഒരു നിയമമാണ്. 15ാമത്തെ നിയമം അഥവാ അടുത്ത നിയമം പറയുന്നത് പണത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ബന്ധങ്ങളെക്കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. പണമുണ്ടായാൽ സന്തോഷമുണ്ടാവുമെന്നോ പണമില്ലെങ്കിൽ സന്തോഷമുണ്ടാവുമെന്നോ, അങ്ങനെ പണവും സന്തോഷവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പണം സന്തോഷത്തെ നൽകുമെന്നതൊരു മായയാണ്, ഒരു തോന്നൽ മാത്രമാണ്. എന്നാൽ പണം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മുടെ സന്തോഷത്തെയും പണത്തെയും ബന്ധപ്പെടുത്തരുത്. കാരണം നമ്മുടെ സന്തോഷത്തെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. റൂൾസ് ഓഫ് മണിയിലെ 16ാമത്തെ നിയമം പ്രൈസും വാല്യൂവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ കൊടുക്കുന്ന വിലയ്ക്കും അതിൻ്റെ മൂല്യത്തിനും തമ്മിലുള്ള ആ വ്യത്യാസത്തെ മനസ്സിലാക്കുക. അതുതന്നെയാണ് 16ാമത്തെ നിയമം. പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്: പണക്കാരനൊരു കാര്യം വാങ്ങുമ്പോൾ അതിൻ്റെ വാല്യൂ, മൂല്യം നോക്കി വാങ്ങും. സാധാരണക്കാരൻ വാങ്ങുമ്പോൾ അതിൻ്റെ വില നോക്കി വാങ്ങുമെന്ന്. സാധാരണക്കാരൻ ആ വസ്തുവിൻ്റെ ക്വാളിറ്റി കുറഞ്ഞാലും വേണ്ടിയില്ല, വില കുറയണം. നമ്മളെപ്പോഴും മൂല്യത്തിനെയാണ്, വാല്യൂവിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് കൂടുതൽ പണം ചിലവാക്കുന്നതിലും തെറ്റില്ല. ആ ചിലവ് നമുക്ക് പിൻകാലത്ത് ലാഭവും മികച്ച അനുഭവത്തെയും ഉണ്ടായിത്തരും. വാങ്ങുമ്പോൾ നല്ല വിലയാണെങ്കിലും iPhone 6 ഇന്നും വർക്ക് ചെയ്യുന്നുണ്ട്. വർഷങ്ങൾ എത്രയോ ആയി. എന്നാൽ കഴിഞ്ഞ 5 വർഷം 1 എന്ന നിലയിൽ ആൻഡ്രോയിഡ് ഫോൺ അങ്ങനെ വാങ്ങുന്നുണ്ട്. അപ്പോഴേക്ക് എന്തെങ്കിലും തകരാറ് വരും. ഒരിക്കലും 1 വർഷത്തിൽ കൂടുതൽ ഒരു ഫോണും എൻ്റെ കയ്യിൽ തന്നിട്ടില്ല, ആൻഡ്രോയിഡ് ഫോൺ. ഇതാണ് അവസ്ഥ. ഇതൊന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്നാൽ ക്വാളിറ്റി നോക്കി നമ്മൾ വാങ്ങണം, അല്ലാതെ നമ്മുടെ പ്രൈസ് നോക്കിയല്ല വാങ്ങേണ്ടതെന്ന്. ആൻഡ്രോയിഡ് ഫോൺ മോശം എന്നൊന്നും അല്ല പറയുന്നത്, പക്ഷെ ഞാൻ വാങ്ങിയതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. ഇതൊരു ഉദാഹരണമായിട്ട് എടുത്താൽ മാത്രം മതി. പക്ഷെ സത്യത്തിൽ ക്വാളിറ്റി നോക്കിയാണ് നമ്മൾ വാങ്ങേണ്ടത്. ലാഭം അല്ലെങ്കിൽ വിലയൊക്കെ നോക്കിയാൽ പിന്നീട് നഷ്ടമുണ്ടാവും. ജനിക്കുമ്പോൾ പാവപ്പെട്ടവനോ പണക്കാരനോ ആയാലും അവൻ്റെ കയ്യിലുള്ള ആ ഒരു ദിവസം 24 മണിക്കൂർ അത് മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നവൻ്റെ അടിമയാണ് പണം. റൂൾസ് ഓഫ് മണി എന്ന റിച്ചാർഡ് ടെംബ്ലറിൻ്റെ പുസ്തകത്തിലെ 17ാമത്തെ നിയമവുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ഇതുവരെ ചെയ്ത വീഡിയോയുടെ ഒക്കെ ലിങ്ക് താഴെയുണ്ട്. ചെക്ക് ഇറ്റ് ഔട്ട്. ഇറ്റ്സ് മീ MKJayadev.